ഇപ്പോഴത്തെ കാലത്ത് എല്ലാം ജാതിയിലും മതത്തിലും ഒക്കെ ബന്ധപ്പെട്ടൊരു കാലമാണ്. ഒരു ഉദാഹരണം നിങ്ങളെ കേൾപ്പിക്കാം. കേരളത്തിലെ അതിപ്രശസ്തനും പ്രസക്തനും പ്രൊഫസറും അസിസ്റ്റൻറ്റ് പ്രൊഫസറും സീനിയർ പ്രൊഫസറും ജോയിൻറ്റ് പ്രൊഫസറും ഒക്കെ ആയിരുന്ന അരുൺകുമാർ സാറിൻ്റെ വേണ്ട, അത് അവസാനം കേൾപ്പിക്കാം. കാരണം അത് കേട്ടാൽ അതിൻ്റെ സംഗതി അങ്ങ് പോകും. ഇന്ന് ഞാൻ രാവിലെ സ്കൂട്ടറിൽ പോവുകയായിരുന്നു. എതിർവശത്തുനിന്ന് കേശവനച്ഛൻ്റെ എനിക്കെതിരെ വന്നു. കേശവനച്ഛൻ പണ്ട് എൻ്റെ വീട്ടിൽ തേങ്ങ ഒക്കെ അടത്തിക്കൊണ്ടിരുന്ന ആളാണ്. ഇപ്പം ആരോഗ്യ പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ആ പണിക്കൊന്നും പോകുന്നില്ല. എന്നെ കണ്ട് ചിരിച്ചു. ഞാൻ സ്കൂട്ടർ നിർത്തിയപ്പോൾ കാല് ജസ്റ്റ് ഒന്ന് തെന്നി. അപ്പോൾ എന്നെ കൈകൊണ്ട് കേശവനച്ഛൻ താങ്ങി. അപ്പം ഞാനതെങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? ഞാൻ വീഴാൻ പോയപ്പോൾ ഒരു മനുഷ്യനായ അല്ലെങ്കിൽ വളരെ ചെറുപ്രായത്തിലേ മുതൽ എന്നെ കാണുന്ന കേശവനച്ഛൻ എന്നെ കൈകൊണ്ട് താങ്ങി എന്നാണ് കാണുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയല്ല കാണേണ്ടത്. ഇപ്പോഴത്തെ കാലത്ത് ന്യൂനപക്ഷക്കാരനായ എന്നെ മറ്റൊരു ദളിത് വിഭാഗത്തിൽപ്പെടുന്ന കേശവനച്ഛൻ സംരക്ഷിച്ചു. അത് ഒരു ന്യൂനപക്ഷക്കാരനും ദളിത് വിഭാഗക്കാരനും തമ്മിലുള്ള ഐക്യത്തിൻ്റെ ഒരു വലിയ അടയാളമായി കണക്കാക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് ഞാൻ പോകുന്ന പള്ളിയുടെ അപ്പുറത്ത് തൊട്ടപ്പുറത്തെ സ്ഥലത്ത് ഒരു ചായക്കട നടത്തുന്ന ഒരാളുണ്ട്. എല്ലാവരും ബാബു അണ്ണൻ്റെ ചായക്കട എന്ന് പറയും. പുതിയാവിലെ ഒരു ചായക്കടയാണ്. പഴയ കാലം മുതലുള്ള ചായക്കടയാണ്. ചായയും കടിയൊക്കെ ഉണ്ട്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹം വന്നാട്ടിരുന്നാട്ടെന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു ചായ എനിക്ക് ഇട്ട് തന്നു. ഞാൻ ചായ കുടിച്ചു. ചിലപ്പോൾ കാശൊക്കെ നീട്ടുമ്പം പുള്ളി പറയും അതിരിക്കട്ടെ പിന്നെ നമുക്ക് വാങ്ങിക്കാമെന്നൊക്കെ പറയും. ചിലപ്പോൾ ഞാൻ കൊടുക്കും. അങ്ങനെ വളരെ സഹോദര തുല്യമായൊരു ബന്ധമാണ് ഞങ്ങൾക്കിടയിൽ. അപ്പോൾ അദ്ദേഹം ചായ കൊണ്ടു തന്ന് കുടിക്കുമ്പോൾ ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കേറെ അടുപ്പമുള്ള, ഞാൻ ചെറുപ്പം മുതലേ കാണുന്ന ബാബു അണ്ണൻ എനിക്ക് ചായ ഒഴിച്ചു തന്നു, ഞാൻ ചായ കുടിച്ചു എന്നാണ്. പക്ഷേ ഇപ്പോഴത്തെ കാലത്ത് കാണേണ്ടത് അദ്ദേഹം പറയുമ്പോൾ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ച് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അദ്ദേഹം ഒരു മുന്നോക്ക വിഭാഗത്തിൽപ്പെടുന്ന ആളാണ്. അങ്ങനെ മുന്നാക്ക വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ഒരാളിൻ്റെ ക്ഷീണവും ദാഹവും തീർത്തു. അത് നല്ലൊരു മാതൃകയാണ്. ഇങ്ങനെയുള്ള മാതൃകകൾ എന്തുകൊണ്ടാണ് തേടേണ്ടി വരുന്നത് എന്ന് ചോദിച്ചതിൻ്റെ ഒരു കാരണം, കഴിഞ്ഞ ദിവസം ഒരു പട്ടി മദ്രസയിൽ പോയ ഒരു കുട്ടിയെ കടിക്കാൻ വന്നപ്പോൾ ഒരു മനുഷ്യൻ അതിൻ്റെ നടുവിൽ ചാടി വീണ് ആ കുട്ടിയെ പട്ടി കടിക്കാതിരിക്കാൻ വേണ്ടി ഓടിച്ചു. അദ്ദേഹം ഓടയിൽ വീണു. ഇതൊക്കെ നമ്മുടെ നാട്ടിലെപ്പോഴും നടക്കുന്നതാണ്. ഒരു അപകടം പറ്റിയാൽ കണ്ടുകൊണ്ട് നിൽക്കുന്നവരെല്ലാവരും കൂടി ഓടിച്ചെല്ലും, വെള്ളം കൊടുക്കും, ആശുപത്രി കൊണ്ടുപോകും. ചിലപ്പോൾ ആ തട്ടിയവൻ്റെ നേരെ കൈ പൊക്കിക്കൊണ്ട് ചെല്ലും. അല്ലെങ്കിൽ ഏതെങ്കിലും കുഞ്ഞുങ്ങളെ ആരെങ്കിലും അടിച്ചാൽ ഉടൻ ചാടി വീഴും. ഇങ്ങനെയൊക്കെ ഞങ്ങളുടെയൊക്കെ നാട്ടിൻപുറത്തൊക്കെ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, എല്ലാവരുടെയും നാട്ടിൻപുറത്തുണ്ട്. അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എറിഞ്ഞിട്ടൊന്നും പോണില്ല. മറ്റുള്ള നായകൾ എറിഞ്ഞാൽ പോലും ഇതല്ല എന്നെ കടിക്കാൻ തന്നെ വരും. ഇത് വായ അങ്ങനെ തുറന്നിട്ട് നമ്മളെ കടിക്കാൻ തന്നെ വരും. 14-15 മുറിയോളം ഉണ്ട്. അതിലിപ്പോൾ 13 സൂചി വലുത് കയറ്റി. ഇതാണ് മലപ്പുറത്ത് ഒരാളിനെ ഇതുപോലെ സഹായിച്ചതിനാണ്. അപ്പം നിങ്ങൾ ചോദിക്കും ഇതൊക്കെ എന്തിനാ ഇപ്പോൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ, ഒരു വലിയ വാർത്താ അവലോകന വിദഗ്ധൻ്റെ ഒരു വാർത്ത കേട്ട് വളരെ സന്തോഷത്തോടെ ഞാൻ കരഞ്ഞുകൊണ്ട് ഉറങ്ങി. പുള്ളി ഇടയ്ക്കിടയ്ക്ക് എല്ലാവരെയും കരയിപ്പിക്കുന്ന ആളാണ്. അതായത് ഒരു കുഞ്ഞിക്കിളി കഴിയുന്നത് പോലെ മൊഴി കൊടുത്തത് ഒക്കെ കേട്ട ആളാണ് സാറ്. സാറിൻ്റെ ആ അവതരണം കേട്ടോളൂ. ഒരു മദ്രസയിൽ നിന്ന് മടങ്ങുന്ന ഒരു 14 വയസ്സുകാരിയായ പെൺകുട്ടിയെ സുരേഷ് എന്ന് പറയുന്ന ഒരു നിർമ്മാണ തൊഴിലാളി ഒരു തെരുവ് നായയിൽ നിന്ന് രക്ഷിക്കുന്ന വാർത്ത ഇന്ന് നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. ഇന്നത്തെ വാർത്താ പകലിൽ ഏറ്റവും മനോഹരമായ വാർത്തകളിൽ ഒന്നാണ്. അത് അദ്ദേഹത്തിന് കടിയേറ്റു എന്നുള്ളത് വിഷമിപ്പിക്കുന്നതാണെങ്കിൽ പോലും നോക്കൂ, എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളെ വർഗീയതയുടെ നായയിൽ നിന്ന് നമ്മൾ രക്ഷിക്കുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണമാണ്. അത് മറ്റൊരു രീതിയിലാണ് ഞാൻ അത് അവതരിപ്പിക്കുന്നത്. ഒന്നുകൂടെ കേട്ടോ, ഒന്നുകൂടെ കേൾക്ക് പ്ലീസ്. ചമ്രവട്ടത്ത് നടന്നൊരു സംഭവത്തെ കുറിച്ച് പറയാം. ചമ്രവട്ടത്ത് ഒരു മദ്രസയിൽ നിന്ന് മടങ്ങുന്ന ഒരു 14 വയസ്സുകാരിയായ പെൺകുട്ടിയെ സുരേഷ് എന്ന് പറയുന്ന ഒരു നിർമ്മാണ തൊഴിലാളി ഒരു തെരുവ് നായയിൽ നിന്ന് രക്ഷിക്കുന്ന വാർത്ത ഇന്ന് നമ്മൾ സംപ്രേഷണം ചെയ്തിരുന്നു. ഇന്നത്തെ വാർത്താ പകലിൽ ഏറ്റവും മനോഹരമായ വാർത്തകളിൽ ഒന്നാണ്. അത് അദ്ദേഹത്തിന് കടിയേറ്റു എന്നുള്ളത് വിഷമിപ്പിക്കുന്നതാണെങ്കിൽ പോലും നോക്കൂ, എങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളെ വർഗീയതയുടെ നായയിൽ നിന്ന് നമ്മൾ രക്ഷിക്കുന്നത് എന്നതിന്റെ ഒരു ഉദാഹരണമാണ്. അത് മറ്റൊരു രീതിയിലാണ് ഞാൻ അത് അവതരിപ്പിക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ഇന്ന് ഞാൻ ആദ്യം പറഞ്ഞതെല്ലാം ശരിയല്ലേ? കേശവനച്ഛൻ എന്നെ താങ്ങിയതും അതുപോലെ ചായക്കടയിൽ ചെല്ലുമ്പോൾ ബാബുണ്ണൻ എനിക്ക് ചായ തരുന്നതും എല്ലാം, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ എന്താ പറയുന്നത്,
ഇപ്പോൾ എൻ്റെ സഹപ്രവർത്തകരായ അരുണിനോ ശരത്തിനോ ഒക്കെ ഞാൻ എന്തെങ്കിലും ചെയ്യുന്നത് ഒരു ഭൂരിപക്ഷ സമുദായത്തെ ഒരു ന്യൂനപക്ഷക്കാരൻ സംരക്ഷിക്കുന്നതിന് തുല്യമാണ്. അപ്പോൾ ശരി, ഗോ ടു യുവർ ക്ലാസ്സസ്.